ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രൈറ്റ് ആൻഡ് ഹാപ്പി വീഡിയോ ആണ് കേട്ടോ. അതായത് അമൃതയുടെ ബ്രൈറ്റ് ടു ബി വീഡിയോ ആണ്. നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യുന്നത് വൈറ്റ്ലയിലുള്ള വോൾക്കാനോ ക്രീമറി എന്ന് പറയുന്ന ഒരു കേക്ക് ഷോപ്പിൽ വെച്ചിട്ടാണ്. അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കേക്ക് അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഗ്രൂം അമലിനൊരു ഹാമ്പർ സെറ്റ് ചെയ്ത് അമൃതയ്ക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. സർപ്രൈസായിട്ട് നമ്മൾ ആ ഹാമ്പറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ആൾക്ക് ശരിക്കും റിയലി ആൾക്ക് മാത്രം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടുണ്ട്. ആൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെയാണ് അതിലുണ്ടായിരുന്നത്. ചോക്ലേറ്റ്സ്, അതുപോലെ കുപ്പിവള, ജിമിക്കി. പിന്നെ അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അത് അവർ സേവ് ദ ഡേറ്റിന് വേണ്ടി എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അത് വെച്ചിട്ട് ഒരു ഫ്രെയിമും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ കുറച്ച് മൊമെൻറ്റ്സ് അവിടെ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മൊമെൻറ്റ്സ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ കേക്ക് എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ച് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും വീണ്ടും ഒരു സർപ്രൈസ് അമലിൻ്റെ വക. അവൻ ഹാർട്ട് ഷേപ്പുള്ള ഒരു കേക്ക് അത് ഷോപ്പിൽ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കും സർപ്രൈസ് ആയിരുന്നു, കാരണം ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഇനി സമയം ബാക്കിയുണ്ടല്ലോ, എന്നാൽ വേറെ എവിടെയെങ്കിലും കൂടി പോയാലോ എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പം ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. ഫോർട്ട് കൊച്ചിയിൽ ആ ഒരു സമയത്ത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചി മുഴുവൻ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒരു ഫെസ്റ്റീവ് വൈബായിരുന്നു. സ്ട്രീറ്റ്സ് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ കുറച്ച് നടന്നു. അതുപോലെ കുറച്ച് ബ്യൂട്ടിഫുൾ പ്ലേസിലൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബ്രൈഡിനെ സ്റ്റൈൽ ചെയ്ത് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് നടന്നു വന്നപ്പോഴേക്കും ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫോട്ടോഷൂട്ട് മൊത്തം ഈ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ജിഷ ബേബിയാണ്. ജിഷ ബേബിയുടെ കലവിരുതാണ് ഈ കാണുന്നത് മൊത്തം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി.